പ്രൊഫസർ പ്രഭാത് പട്നായിക്, എല്ലാവരുടെയും പേര് ഇനി ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 7 മിനിറ്റാണ് ആകെ എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒതുങ്ങിയൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സെമിനാറിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുസാറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ തന്നെ പുരോഗതിയിൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയിൽ, അതാകെ സമൂഹത്തിന് മുന്നോട്ടുള്ള ഗമനത്തിന് സഹായിക്കുന്ന കാര്യമാണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. വലിയൊരു പങ്ക് വഹിച്ചു പോരുന്ന പ്രശസ്തമായ സ്ഥാപനമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂസീവ് പോളിസിയും ബാലാനന്ദൻ റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്ന കാര്യവും ഇവിടെ വ്യക്തമാക്കി. ബാലാനന്ദൻ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അതുല്യനായ നേതാവായിരുന്നു. ഒരു സാധാരണ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പടിപടിയായി പരിശ്രമത്തിലൂടെ, അധ്വാനത്തിലൂടെ തൻ്റെ ദീക്ഷണാശക്തി, പരമാവധി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ട് താൻ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും പ്രയോഗിച്ചുകൊണ്ട് വളർന്നു വന്ന നേതാവായിരുന്നു. CITൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിത്തീർന്നു. ഇന്ത്യയിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രമുഖ സ്ഥാനം വഹിച്ചു പോരുന്ന CPIൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. പാർലമെൻറ്റിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്കും സന്ദർഭമുണ്ടായിട്ടുണ്ട്. ലോക്സഭയിൽ അസംബ്ലി മെമ്പറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള രാഷ്ട്രങ്ങളിൽ നടന്നിട്ടുള്ള നിരവധി ട്രേഡ് യൂണിയൻ സമ്മേളനങ്ങളിൽ അദ്ദേഹം CITനെ പ്രതിദാനം ചെയ്തുകൊണ്ട് പങ്കെടുക്കിയിരുന്നു. ഇതിൽ നിന്നെല്ലാം ആർജിക്കുവാൻ കഴിഞ്ഞ വിവരങ്ങൾ എല്ലാം താൻ ജനിച്ചു വളർന്ന, താൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ജീവിതാന്ത്യം വരെ അദ്ദേഹം ചെയ്തത്. ആ സഖാവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബാലാനന്ദൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടത്. അതിൻ്റെ ലക്ഷ്യം സംബന്ധിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദമായി സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെയും അതോടൊപ്പം അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പര്യവേഷണം നടത്തുവാൻ റിസർച്ച് ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ശക്തികൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയും എന്ന വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് സമൂഹത്തെ ഉണ്ടാക്കിക്കൊടുക്കുക എന്നത് ഈ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ബൗദ്ധികമായ ഒരു നിലവാരത്തിൽ മാത്രം നിന്നുകൊണ്ടുള്ള പഠനവും മറ്റു കാര്യങ്ങളുമല്ല പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നിശ്ചയമായിട്ടും ആവശ്യമായിട്ടുള്ള ഘടകം തന്നെ അത് പ്രയോഗിക്കുന്നതിലാണ് റിസർച്ച് ഫൗണ്ടേഷൻ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. പ്രയോഗിക്കുവാൻ
ചുമതലപ്പെട്ട വർഗത്തെ ആം ചെയ്യിക്കുക, ആയുധവൽക്കരിക്കുക. ആയുധവൽക്കരിക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് വ്യക്തമായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കിക്കൊണ്ട് ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ നിരന്തരമായ പരിശ്രമം നടത്തി ഓരോ സന്ദർഭത്തിലും ഉയർന്നു വരുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തി ആ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടായിത്തീരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ധാരണ ഉണ്ടാക്കിക്കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് ഈ റിസർച്ച് ഫൗണ്ടേഷന് വഹിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ന്യായമായും ഉറച്ച് വിശ്വസിക്കുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടൊരിക്കലും ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുകയുമില്ല. മുതലാളിത്തത്തിൻ്റെ പിടിയിലാണെന്ന് ലോകം അമർന്നിരിക്കുന്ന എല്ലാവർക്കും അറിയും. അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ഘട്ടമായിട്ടുള്ള സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യം വളരെ കാലമായിട്ട് ഈ ഭൂമുഖത്തിൻ്റെ എല്ലാ രംഗങ്ങളെയും ഗ്രസിച്ചിരിക്കുകയാണ്. അധ്വാനിക്കുന്ന തൊഴിലാളികളെ മാത്രമല്ല, കൃഷിക്കാരെയും കായികാധ്വാനം നടത്തുന്നവരെ മാത്രമല്ല, ബുദ്ധിപരമായി അധ്വാനിക്കുന്നവരെയും ഒരുപോലെ കൊള്ളയടിച്ച് തടിച്ചു കൊടുക്കുന്ന വർഗത്തിൻ്റെ ആധിപത്യം ഈ ഭൂമുഖത്ത് തുടരുവാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയോട് കൂട്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്ത് മുഴുവൻ കൈയടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, സംഘട്ടനമുണ്ടാവുന്നുണ്ട്. ലോകചരിത്രത്തിലുണ്ടായിട്ടുള്ള മഹായുദ്ധങ്ങൾ പ്രധാനമായും അപ്രകാരമാണെന്നും നാം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധമായാലും കൊള്ളാം, രണ്ടാം ലോകമഹായുദ്ധമായാലും കൊള്ളാം, അതിൻ്റെ ഭാഗമായിരുന്നു. കമ്പോളം പങ്കിടുവാൻ വേണ്ടിയിട്ട്, പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്, കൈയടക്കുവാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ നിന്ന്. പക്ഷെ അതിൻ്റെ എല്ലാം ഫലമായിട്ട് നഷ്ടം ഭവിച്ചത് സമൂഹത്തിനാണ്, ജനങ്ങൾക്കാണ്. പിടഞ്ഞു വീണ ബോംബാക്രമണത്തിലും വെടിയേറ്റുമൊക്കെ മരിച്ചതും പാവപ്പെട്ടവരായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ 2 കോടിയിൽ പരം റഷ്യയിലെ സോവിയറ്റ് യൂണിയനിലെ ജനങ്ങളാണ് മരിച്ചത്. ആ യുദ്ധത്തേക്ക് നയിച്ചതാവട്ടെ മുതലാളിത്തമാണ്. വളർന്നത് ഫാസിസമായി രൂപം കൊണ്ടു. ഹിറ്റ്ലർ പ്രധാനപ്പെട്ട മേധാവിയായി മാറി. ലോകത്ത് മുഴുവൻ കൈയടക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലർ കണ്ടത് പ്രധാനമായിട്ടും അധ്വാനിക്കുന്ന വർഗത്തെ തകർക്കുക എന്നതായിരുന്നു. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രയത്നം കൂടാതെ കണ്ട് ഹിറ്റ്ലർക്കായാലും മുസോളിനിക്കായാലും ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ വൻകിട മുതലാളിമാർക്കായാലും നിലനിൽപ്പില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരെ അടിമകളാക്കി അധ്വാനിപ്പിക്കുന്നത് ഈ വിധത്തിൽ സമ്പത്ത് കൈയടക്കുന്നവരുടെ താല്പര്യമാണ്. അതിനനുസൃതമായി നിയമങ്ങളുണ്ടാക്കുന്നു. തൊഴിലാളികൾ സംഘടിച്ച് പോരാട്ടം നടത്തി നിരവധി നിയമങ്ങൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം പ്രവൃത്തിയിൽ വരുന്നു എന്ന് പറയുക സാധ്യമല്ല. ഇന്നത്തെ അവസ്ഥ ഒട്ടും വ്യത്യസ്തവുമല്ല. എല്ലാ നിയമങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നേറുന്നതാണ് ഫാസിസം. എല്ലാം അത് അടക്കി ഭരിക്കുക, ലോകത്ത് മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കി തീർക്കുക, അതാണ് ഹിറ്റ്ലർ ലക്ഷ്യമാക്കിയത്. അന്ന് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് യുദ്ധത്തിൻ്റെ ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട വശം സാമ്പത്തിക ആക്രമണമാണ്, സാമ്പത്തിക രംഗത്തെ ആക്രമണമാണ്. സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടും ആ സഹായത്തിന് അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലും ലോകത്തിലെ നിരവധി രാജ്യങ്ങളെ വരുതിയും കീഴിൽ കൊണ്ടുവരിക എന്നത് സമ്പത്ത് ഏറ്റവും കൂടുതൽ ആർജിച്ചിട്ടുള്ള ലോകരംഗത്തെ വൻ ശക്തികളുടെ പ്രധാനപ്പെട്ട നിലപാടാണ്. ഇന്ത്യയും അതിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുന്നു പടിപടിയായിട്ട്. മറ്റു പല രാജ്യങ്ങളും, ഞാൻ ഇതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന പ്രചരണമാണ് കൊണ്ടുപിടിച്ച്
ഈ ആശയകതയുടെ ഉപജ്ഞാതാക്കൾ എല്ലാ രംഗങ്ങളിലും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ, അതിൽ പത്രമാധ്യമങ്ങൾ പെടും, ചാനലുകൾ പെടും, ഏതെല്ലാം തരത്തിൽ ആളുകളെ ഈ ആശയകതയ്ക്ക് വിധേയമാക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം, അധ്വാനിക്കുന്നവർ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും പടിപടിയായി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലോകം വമ്പിച്ച സാമ്പത്തിക കുഴപ്പത്തിൻ്റെ പിടിയിലാണെന്ന് നാം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സുബ്രാവിൻ്റെ പ്രസ്താവന 2 ദിവസം മുമ്പ് പത്രങ്ങളിൽ വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് സമയം നഷ്ടപ്പെടുകയാണ്, ടൈം ഈസ് ഔട്ട്. എല്ലാ തരത്തിലും ലോകം വമ്പിച്ച സാമ്പത്തിക കുഴപ്പത്തിൻ്റെ പിടിയിലാണെന്നും അതിൽ നിന്ന് കരയേറുവാൻ എളുപ്പം സാധ്യമല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. സുബ്രാവ് കമ്മ്യൂണിസ്റ്റല്ല, സോഷ്യലിസ്റ്റ് ആശയഗതിക്കാരനൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിവിടെ മാത്രം പറയുന്ന കാര്യമല്ല, സുബ്രാവ് പറയുന്ന കാര്യം മാത്രമല്ല, മറ്റ് നിരവധി പ്രമുഖർ, ലോകരംഗത്തുള്ള ധനതത്വ ശാസ്ത്രജ്ഞന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ, രാഷ്ട്രീയ മീമാംസകന്മാർ, ഭരണാധികാരി വർഗത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന നിരവധി ആളുകൾ ഈ അടുത്ത കാലത്ത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമൂഹത്തിലെ അഴിമതി കൊടികുത്തി വാഴുകയാണ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ അഴിമതി നടത്തുന്നതൊന്നും ഈ രാജ്യത്തിലെ അധ്വാനിക്കുന്നവരല്ല, പണിയെടുക്കുന്നവരല്ല, പണിയെടുപ്പിക്കുന്ന വൻ ശൂഷക വർഗമാണ്. ആ ശൂഷകവർഗത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണകൂടമാണ്. ഇന്ത്യയിൽ നരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ കഥകൾ അത് സുവ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു പടിപടിയായിട്ട്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കഥകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പല മാർഗങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അന്നാസാരുടെ മാർഗം ഈ കാര്യങ്ങളെല്ലാം വെളിക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ, എക്സ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ, വലിയ പങ്കുവഹിക്കുന്ന കാര്യത്തിൽ നിഷേധിക്കുവാൻ സാധ്യമല്ല. പക്ഷെ അഴിമതി അതുകൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നുമില്ല. അധ്വാനിക്കുന്നവർ, അവരാണ് സമ്പത്ത് സൃഷ്ടിക്കുന്നത്, അധ്വാനിപ്പിക്കുന്നവരല്ല. നിശ്ചയമായിട്ടും അധ്വാനിപ്പിക്കുന്ന ആരുടെ ബുദ്ധിശക്തിയോ കഴിവോ ഒക്കെ വിനിയോഗിക്കപ്പെടുന്നുണ്ടാവാം. പക്ഷേ ഈ സമ്പത്ത് മുഴുവൻ സൃഷ്ടിക്കുന്നത് പണിയെടുക്കുന്നവരാണ്. ആ പണിയെടുക്കുന്നവരാണ് അവകാശം നിഷേധിക്കപ്പെട്ടവരായിട്ട് സമൂഹത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നത്. അവർ യാഥാർത്ഥ്യബോധമുള്ളവരായിത്തീരണം, അവർ കോൺഷ്യസായിത്തീരണം. ആ ബോധം അവരെ സംഘടിതരാക്കി തീർക്കണം. തങ്ങൾ സൃഷ്ടിക്കുന്ന സമ്പത്ത് കൈയടക്കി വെച്ച് ഈ രാജ്യത്ത് മുഴുവൻ അഴിമതികൾ നടത്തി, അഴിമതികളുടെ ഭാഗമായിട്ടുള്ള മത്സരങ്ങൾ നടത്തി, കുതികാൽ വെട്ടികൾ നടത്തി, വെട്ടിപ്പിടുത്തം നടത്തി, യുദ്ധങ്ങൾ നടത്തി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊല്ലുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഈ വർഗത്തിന് മാത്രമേ കഴിയൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സഖാവ് ബാലാനന്ദൻ തൊഴിലാളിയായി ജീവിച്ച ബാലാനന്ദൻ തൻ്റെ കഴിവുകൾ ഈ വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട്, ആ മോചനം നേടിയെടുക്കുവാനുള്ള കഴിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള റിസർച്ച് ഫൗണ്ടേഷൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സെമിനാർ അതുകൊണ്ട് വമ്പിച്ച പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ സെമിനാറിൽ അവതരിപ്പിക്കപ്പെടുന്ന അഭിപ്രായഗതികൾ നിശ്ചയമായിട്ടും ബാലാനന്ദൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമായി തീരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ചെയ്തത്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ ഉപസംഹരിക്കുകയാണ്. Thank you, sir. I now request Dr. Ramachandran Teke